മിനുട്ടി എന്തോ ഒരു പെർഫോമൻസ് ചെയ്യണമെന്ന് ഇനിയെങ്കിലും എനിക്ക് ഇനിയും ആഗ്രഹമുണ്ടോ? തോന്നുന്നില്ല. വേണം ഞാൻ അങ്ങനെ റൗണ്ട് ചെയ്യാം. വേണോ? എന്നാ മഞ്ഞസാരി എടുത്ത റിമൂവോ അല്ലെങ്കിൽ മഞ്ഞ ചുരിദാർ ഇട്ട മധുചേട്ടനെ വിളിച്ചാലോ? മഞ്ഞ ചുരിദാറല്ല, കുർത്ത. എന്തെങ്കിലും അതെ ആക്ഷേപിക്കല്ലേ മിസ്റ്റർ ഡെയിൻ. പക്ഷെ നല്ല ഇതെവിടെ നിന്ന് എടുത്തേ? ഏതാ ഈ ഒരു കുർത്ത ബംഗളൂരു. ഇത് കൈ ഇങ്ങനെ ഫുൾ സ്ലീവ് ഇടാനാണോ കൂടുതൽ ഇഷ്ടം, അതോ ഇങ്ങനെ ഇത് fold ചെയ്ത് ഫുൾ വെക്കാനാണോ? സ്ലീവ് ഇടണ നല്ലത്, കാരണം അതിന്റെ അപ്പുറത്ത് വേറെ കളറാ. ഓഹോ, അങ്ങനെ മൾട്ടി കളർ അല്ലല്ല, ഇതിന് ഡിസൈൻ ഇല്ലാത്തൊരു വശം ഉണ്ടല്ലോ. ആ, okay, ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ബോയ്സിനാണ് ഏറ്റവും സുഖം അല്ലെ മീനുട്ടി? അതെ, കൊറേ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട്, ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട്. പക്ഷെ ഞങ്ങൾ മടക്കി നേരിടുന്ന വെക്കാനും ഏറ്റവും യാത്രയെ വലിയ കൊണ്ടുപോകാനും. വെല്ലുവിളി എന്താണെന്നറിയോ? ഈ നിറം. അതെ, ഒരു ലിമിറ്റഡ് നിറമേ ഉള്ളൂ. അതന്നെ ഈ ഷർട്ടും ടീഷർട്ടും അല്ലാതെ ഞങ്ങൾ വേറെ പിന്നെ പാന്റ്, അത് ഒരു ജീൻസും ഒരു ഇതും ഉണ്ടെങ്കിൽ ഏത് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. നമുക്ക് അങ്ങനെയല്ല. വെറൈറ്റി വേണം, സാരി വേണം, ചുരിദാർ വേണം, അതിന്റെ ഇടയിൽ ഇടുന്ന, അതിന്റെ മുകളിൽ ഇടുന്ന, അങ്ങനെ ഇടുന്നത്, അതിന്റെ കമ്മൽ. ഒരു ജീൻസും ഒരു ടോപ്പ് ഇട്ടോണ്ട് ലോകം മുഴുവൻ കറങ്ങിട്ട് എന്നിട്ടാണ് ഈ വാചം അടിക്കുന്നത്. അല്ല, പക്ഷെ പറഞ്ഞത് പിള്ളേരുടെ ജീൻസ് തന്നെ പലതരം ഉണ്ട്. എന്തെങ്കിലും കീറിയതോ ആണുങ്ങൾക്ക് ഇത്രയും ഇട്ടാ മതി, സൗന്ദര്യം ഓൾറെഡി കൂടും. പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും സൗന്ദര്യം ഒന്ന് കൂടുന്നേ അല്ലേ? നിക്കറോ? ഇതെന്ത്? ഞങ്ങൾക്ക് ഒരു ടീഷർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എത്ര വെറൈറ്റി വന്നാലും എല്ലാം ഒരു ജിബ്ബ അല്ലെങ്കിൽ ഒരു ഷർട്ട്, ഈ രണ്ട് ടീഷർട്ട്. നമുക്ക് എത്ര ഒരു ലഗേജ് പായ്ക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോയി ജീൻസ് ഇട്ടിട്ടല്ലോ പോണേ. അവിടെ ഇടാനുള്ള, അവിടെ ഇടാൻ സ്റ്റേജിൽ എന്തെല്ലാം അവിടെ സ്പോൺസറിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. വേറെ എന്തുണ്ടെന്ന് അന്വേഷിച്ചു പോകുന്നോണ്ടാ അയ്യോ, ഇതെനിക്ക് സംഭവിച്ചു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണത്. ഒരു US ട്രിപ്പ് ആയിരുന്നു. ദിലീപേട്ടൻ, മണിച്ചേട്ടൻ തുടങ്ങിയ എല്ലാ താരങ്ങളും തുടങ്ങിയ 10 നഷ്ടപ്പെട്ടു. ഇല്ല, ഇത് കേക്ക് 15 പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഉറക്കമില്ല. ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് കയറി അടുത്ത സ്ഥലത്തെത്തുന്നു. ഒരു സ്ഥലത്തെത്തി സ്റ്റേജ് 6 മണിക്ക് ആ പരിപാടിക്ക് നമ്മൾ ചിലപ്പോൾ 5 മണിക്കായിരിക്കും സ്റ്റേജിൽ എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ എല്ലാരും ലഗേജ് ഇറക്കുന്നതിന്റെ കൂടുതൽ ഞാൻ ലഗേജ് എടുത്തില്ല. മറന്നു. എന്ത് ചെയ്യാൻ, ഇടാനൊന്നും ഇല്ല. എനിക്ക് പറ്റി പറയാ, പെട്ടെന്ന് മാർക്ക് ആൻഡ് സ്പെൻസർ അവിടുത്തെ തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയി എന്താന്ന് വെച്ചാ മേടിച്ചു. അല്ലാണ്ട് വേറെ വഴിയില്ല. മൊത്തം പരിപാടിക്ക് മണി ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു സൂപ്പർ ആയിരിക്കും ഡ്രസ്. അല്ല, എനിക്ക് പറ്റിയത് അറിയാമോ? ഒരിക്കൽ ദുബായിലെ പ്രോഗ്രാമിന് പോയി. അപ്പൊ അവിടെ എത്തി, എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവിടെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ ചെക്ക് ഇൻ ചെയ്യുമ്പോ. ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് നോക്കുമ്പോ പെട്ടി കാണാനല്ലേ സൈഡിൽ വെച്ചത്. ഒരു 2 പേര് അവിടെ നിന്ന് ചാരി ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ കാണുന്ന പോലെ തന്നെ. അത് ചെക്ക് ഇൻ ചെയ്ത് കീ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടി എടുക്കാൻ വേണ്ടി കൈ കൊണ്ടുവന്നപ്പോ പെട്ടി കാണാനില്ല. ആ 2 ആൾക്കാരെയും കാണാനില്ല. അങ്ങനെ ഇട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ പെട്ടുപോകും കേട്ടാ. ഇതിപ്പോ ദുബായിൽ എന്ന് പറഞ്ഞപ്പോ നമുക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഉണ്ട്. ഇപ്പൊ നമ്മള് സ്വീഡൻ അല്ലെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിലൊക്കെ പോവാണ്. നമ്മൾ പെട്ടിയും വെച്ച് ചെക്ക് ഇൻ ചെയ്ത് തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ കാർഡില്ല, പൈസ ഇല്ല, നമ്മുടെ ID ഇല്ല, ഒന്നുമില്ല, പാസ്പോർട്ട് ഇല്ല. എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഇത് ഭാഗ്യത്തിന് പാസ്പോർട്ടൊക്കെ ഡ്രസ് മാത്രം അവസാനം ഇപ്പൊ റീമി ചെയ്ത പോലെ അവിടുത്തെ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങി. അവിടെയും ഇവർക്ക് എളുപ്പമാ. ഒരു ഷർട്ട് ഒരു ജുബയില്. നമുക്ക് അങ്ങനെ അല്ലല്ലോ. കംപ്ലീറ്റ് തിരിച്ചുകൊണ്ട് കൊടുത്തു എടുത്ത ആള്. ഒരു പറ്റുകൂടി പറ്റി. പാടാനുള്ള പാട്ട് പുസ്തകം അകത്തായിരുന്നു. അന്ന് ഐപാഡ് ഒന്നും അല്ല, ഫയലുകളും ബുക്കും ആയിരുന്നു. അതൊക്കെ അതിന്റെ അകത്തായിരുന്നു. അത് പോയി. എന്നിട്ട് രണ്ടാമത് എല്ലാവരും എനിക്ക് പറ്റി വേറെ പറ്റുമല്ലോ. ഐപാഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എല്ലാവരും ഐപാഡിലോട്ട് മാറിയല്ലോ. ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ ലാസ്റ്റ് എന്തോ ഒരു അക്വേറിയം മേള നടക്കുന്ന ഷോയില് ഐപാഡ് കയറ്റി സ്റ്റേജ് വെച്ചു, ഓണാക്കിയപ്പോ ചാർജ് ഇല്ല. രിനു എനിക്ക് വേണ്ട കേട്ടോ. രിനു പറഞ്ഞ സാറിന് സ്റ്റൈലായിട്ട് ഐപാഡ് എല്ലാം ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പേപ്പർ മതി. ബ്ലാങ്ക് ആയി പോയില്ലേ. എല്ലാ പാട്ടും നമുക്ക് കാണാപ്പാടം അറിയില്ലല്ലോ. പക്ഷെ അവിടെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചങ്കുകളായ പാട്ടുകാര്. അവരപ്പൊ തന്നെ ഫോണിൽ കൈമാറുകയായിരുന്നു പാട്ട് ഡൗൺലോഡ് ചെയ്ത്. പക്ഷെ 4 കാല വീണു. ഞാൻ പക്ഷെ അതൊക്കെ നോക്കിയിട്ടേ സ്റ്റേജിൽ കയറുള്ളൂ. ഐപാഡിൽ ചാർജ് ഉണ്ടോ? അതെന്റെ തെറ്റായിരുന്നേ. അതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.